ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായിരിക്കുന്ന കർത്തൃദാസന്മാർക്കും അതുപോലെ തന്നെ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൽ ഇന്ന് രാത്രിയിൽ വന്ദനം ചൊല്ലുകയാണ്. നാം ദൈവത്തിലായിരിക്കുന്നത് ഇന്ന് രാത്രി നമുക്ക് അഭിമാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കാരണമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നമ്മോടൊപ്പം ആരാധനയിൽ ലീഡ് ചെയ്യുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നാം എല്ലാം അറിയുന്ന ഒത്തിരി സ്റ്റേജുകൾ കർത്താവിന് വേണ്ടി പാടുന്ന പ്രിയ ബ്രദർ ഷിഫിൻ തോമസ്, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കീബോർഡൊക്കെ പ്ലേ ചെയ്യുന്ന പൈതലും ഇത് രാത്രി അവരെ വന്ദനം ചൊല്ലുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ, ശക്തമായി ഈ രാത്രി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ വൈകിയ സമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ ദേശത്ത് നിന്ന് ഇതൊരു മാധ്യമമാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് കാലയളവിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് നേരിട്ടപ്പോഴും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനൊക്കെ ഈ മാധ്യമത്തിൽ കൂടെ നമുക്ക് ദൈവം അവസരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട്. ഇന്ന് ഈ വൈകിയ സമയത്ത് ഞങ്ങൾക്ക് മെൽബണിൽ നിന്ന് ബ്രിസ്ബെയിനിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയോട് ഒരുമിച്ച് കർത്താവിനെ ആമേൻ മഹത്വപ്പെടുത്തുവാൻ ഇപ്രകാരം ലഭിച്ച നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് ഞങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ദേവദാസനോടും കുടുംബത്തോടും ദൈവസഭയോടുമുള്ള നന്ദിയെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എൻ്റെ കൂടെ കീബോർഡ് വായിക്കുന്നത് മോൻ്റെ പേര് ജോഷ്വ എന്നാണ്. ഈ ദേശത്ത് പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ രാജ്യത്തായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെയും കൂടെ വഹിക്കണമേ എന്ന് ആമേൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അല്പസമയം നമുക്ക് ചില പാട്ടുവരികളൊക്കെ ചേർന്ന് പാടാം. ആമേൻ, ഹല്ലേലൂയ. പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനമായി തീർന്നതിനാൽ എന്ത് മോദം എൻ്റെ അന്തരംഗത്തിൽ. അതുകൊണ്ട് പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, പാടും ഞാൻ സന്തോഷത്താൽ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിനെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സ്തുതി സ്തോത്രങ്ങളാൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു മാധ്യമമാണ്. എങ്കിലും നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ നിലകൊള്ളുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ആ വീഡിയോകളൊക്കെ ഓൺ ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യമുള്ളവർ നമുക്ക് ഒരുമിച്ച് ആ വീഡിയോകളൊക്കെ ഒന്ന് ഓൺ ചെയ്ത്, പരിചിതമായ അല്ലാത്ത മുഖങ്ങളുണ്ട് എങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വൈകിയ സമയത്ത് നമ്മൾക്ക് ഒരുമിച്ച് ഇപ്രകാരം നൽകി തന്നതിനായ സ്തോത്രം ചെയ്ത് നമുക്ക് ചേർന്ന് പാടാം. യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനമായി തീർന്നതാൽ എന്ത് മോദം എൻ്റെ അന്തരംഗത്തിൽ. അതുകൊണ്ട് ഞാൻ പാടും സന്തോഷത്താൽ. ആമേൻ. രക്ഷിതാവൻ സ്വന്തമായതാ ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ ഞാനവൻ സന്താനം ആയിത്തീർന്നതാ. എന്തു മോദമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ. എന്തു മോദമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. ചെറുപാടാൻ രക്ഷദാനമോ രക്ഷദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാ എത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാൽ എത്തിക്കും ഞാൻ നന്ദിയാ.
രക്ഷക നിന്നിഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നിഷ്ടം മുറ്റുമെൻപവാ. രക്ഷക നിന്നിഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നിഷ്ടം മുറ്റുമെൻപവാ. നടത്തെന്നെ നിന്നത്ഭുതമാർഗത്തിൽ ചേർന്ന് പാടാ. നടത്തെന്നെ നിന്നത്ഭുതമാർഗത്തിൽ പാലിക്കെന്നെ കൃപയിൽ. രക്ഷാദാനമോ രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാ. പോരിൽ ഞാൻ തളർന്നു വീട് പോകായി വാ, ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടിടായി വാ. പോരിൽ ഞാൻ തളർന്നു വീട് പോകായി വാ, ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടിടായി വാ. യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ, ആത്മാവാൽ നിറയ്ക്കുകേ. യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ, ആത്മാവാൽ നിറയ്ക്കുകേ. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാ. പോരിൽ പോകായി വാ, ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടിടായി വാ. പോരിൽ ഞാൻ തളർന്നു വീട് പോകായി വാ, ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടിടായി വാ. യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ, ആത്മാവാൽ നിറയ്ക്കുകേ. യേശുവേ നിൻ ശക്തി എന്നും നൽകുകേ, ആത്മാവാൽ നിറയ്ക്കുകേ. രക്ഷാദാനമോ രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ. സ്വർഗ്ഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോ, എന്റെ സർവഖേദം അന്നു തീരുമ്പോ. സ്വർഗ്ഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോ, എന്റെ സർവഖേദം അന്നു തീരുമ്പോ. കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ, ഹല്ലേലൂയ പാടുമേ. കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ, ഹല്ലേലൂയ പാടും. കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ. പ്രത്യാശയുള്ള പാടിയാണ്. കർത്തനെ ഞാൻ മോദാൽ ചുംബിച്ചിടുമേ, ഹല്ലേലൂയ പാടുമേ. രക്ഷാദാനമോ രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ.
കത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയാ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാന സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമസന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ എത്ര മനോഹരമേ. ആയിരമായിരം നാവുകൾ അത് വർണ്ണിപ്പതിനെഴുതോ. ആമേൻ. ആയിരമായിരം നാവുകൾ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. ചേർന്ന് പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമോട്ടും നിഷേധിക്കാതെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമോട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമേഴും തിരുമാർവിലുല്ലാസമസന്തതം ചേർന്നിരുന്ന. മോദമേഴും തിരുമാർവിലുല്ലാസമസന്തതം ചേർന്നിരുന്ന. ഏകജാതനമേശുവെ പാതകർ തന്ന സ്നേഹമതിശയമേ. ഏകജാതനമേശുവെ പാതകർക്ക തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമത് വിധമാർക്കു ഗ്രഹിച്ചറിയാം. ദൈവമേ നിൻ മഹാസ്നേഹമത് വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമസന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമസന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം
എത്ര മനോഹരമേ. ആയിരമായിരം നാവുകൾ അതു വർണ്ണിപ്പതിനെഴുതോ. ആമേനായിരമായിരം നാവുകൾ അതു വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ പാരിത സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാരിത സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പാരിത സാധ്യമ. ഉറപ്പുള്ള ചേർന്ന് പാടിയേ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാന സന്തരം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമസന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമസന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാം സിന്ധു സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദിയപ്പ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ഓ യേശുവേ നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ഓ യേശുവേ നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ഓ നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. യേശുവേ നന്ദി. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. വാക്കു പോരായേ വർണ്ണിച്ചിട നാവു പോരായേ വർണ്ണിച്ചിട വാക്കു പോരായേ വർണ്ണിച്ചിട നാവു പോരായേ എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കണ്ണു കണ്ടിടുന്നു പുകഴുവാനൊന്നുമില്ലേ മഹത്വം എന്നേശുവിന് എൻ്റെ എൻ്റെ കണ്ണു കണ്ടിടുന്നു പുകഴുവാനും നോമില്ലേ മഹത്വം എന്നീശുവേ ചെറുപണ വന്നിച്ചിട വന്നിച്ചിട വാക്കു പോരായേ വന്നിച്ചിട നാവു പോരായേ വന്നിച്ചിട
നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരാൻ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോൾ ആ പാട്ടുകാരനോട് ചേർന്ന് ഞങ്ങൾക്ക് ഈ 2025 ഏപ്രിൽ മാസവും ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങൾക്ക് കഴിയും. കർത്താവേ, ഞങ്ങളുടെ നാവ് കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാത്ത വണ്ണം ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയകരമായി അത്ഭുതകരമായി നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേ പാടുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്തിന് മറയിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. വീണ്ടും കർത്താവേ, വചനത്തിന് മുമ്പിലിരിക്കുമ്പോഴും ആ വചനത്തിൽ നിന്ന് ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. ദൈവദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ദൈവസഭയെ അങ്ങയുടെ നാമം ചൊല്ലി ബ്ലസ് ചെയ്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമാക്കിയ ദേശത്ത് ദൈവം ആ സഭയെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടെന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകലവും യേശു അപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Praise the Lord. Hallelujah. Thank you, Brother Shiffin, and also our dear brother for participating and leading us in this worship. ഈ ഇന്ന് രാത്രി നടക്കുന്ന ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്ന ആരാധനയിൽ നയിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച 2 വിലപ്പെട്ട സഹോദരങ്ങളെയും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് വന്ദനം ചൊല്ലുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും നിങ്ങളുടെ മിനിസ്ട്രിയെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുകയും അനേക ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് നിങ്ങളുടെ മിനിസ്ട്രി ഒരു പ്രയോജനകരമായി തീരേണ്ടതിന് ആത്മാർത്ഥമായിട്ട് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ദൈവവചനത്തിന്റെ ശ്രവണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. സോ ഐ വെൽക്കം യു വൺസ് അഗെയിൻ ഫോർ ദിസ് 58th ക്ലാസ് ഓഫ് ദി ബുക്ക് ഓഫ് എഫേഷ്യൻസ്. And as we always know, we are meditating upon 3 words from this class, which are wealth, walk, and warfare. Amen. ദൈവത്തിന് സ്തോത്രം. ദൈവിക ധനം, ദൈവ മക്കളുടെ ക്രിസ്തീയ പ്രാക്ടിക്കൽ ലൈഫ്, അതുപോലെ ഒരു യുദ്ധക്കളത്തിലാണ് നാം. അതുകൊണ്ട് വാർഫെയർ എന്ന് പറയുന്ന 3 വാക്കുകളെ ആസ്പദീകരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ചിന്തകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നത്. നാം ഇന്ന് രാത്രി ചിന്തിക്കുന്നത്, tonight we are going to meditate from the chapter number 4 of the book of Ephesians. Chapter 4 is all about church being a new man or a new creation. ദൈവസഭ എന്ന് പറയുന്നത് ഒരു പുതു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ വിശ്വാസി, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ ഒരു പുതു മനുഷ്യനാണ്, ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന അധ്യായം അത്രേ ഈ 4ാമത്തെ അധ്യായം. ഇനി നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാനുള്ളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിന്റെ ബാക്കിയാണല്ലോ. അത് വേഴ്സ് നമ്പർ 22 onwards ആണ്. വേഴ്സ് 22 ഈ അധ്യായത്തിന്റെ 22ാമത്തെ വാക്യം, അവിടെ ഒരു പ്രത്യേക പദം നമ്മൾ കാണുന്നുണ്ട്. ചതിമോഹത്താൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ. We see a particular phrase in verse 22 of chapter number 4. It is being corrupted according to the lust of the deceit. Being corrupted according to the lust of the deceit. And in the book of 2 Corinthians chapter 11 verse 3, Paul is expressing his fear. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദേവദാസനായിരിക്കുന്ന പൗലോസിന്റെ ഒരു ഭയപ്പെടുന്ന കാര്യം പറയുന്നുണ്ട്. അതിതാണ്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Paul is expressing his great concern and a fear in this verse about the people in Corinth, that they might be deceived
much like Eve was deceived by the serpent in the Garden of Eden. So, Adam and Eve is picturized in the New Testament as the old man. ആദമിനെയും ഹവ്വയെയും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ പഴയ മനുഷ്യൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അതിന് കാരണം ഇവിടെ തന്നെ പറയുന്നു, ചതിമോഹത്താൽ വഷളായി പോയ പഴയ മനുഷ്യൻ. When Paul is talking about the corrupted man, deceived man, the old man, Paul is actually presenting to us the nature of sin. The nature of sin that is in us is called the old man. പാപത്തിന്റെ പ്രകൃതം ഉള്ളവനെയാണ്, ആ പാപത്തിന്റെ പ്രകൃതത്തിനെയാണ് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളക എന്ന് പറയുമ്പോൾ പാപപ്രകൃതിയെയാണ് ഉരിഞ്ഞുകളയുവാൻ പൗലോസ് ഇവിടെ ആവശ്യപ്പെടുന്നത്. When a person comes to Jesus and he accepted the free gift of salvation from Jesus and he obeyed the commandment of Jesus Christ, being baptized in the water, according to the book of Romans chapter number 6, what Paul is saying, that this man was crucified with Christ and is buried in his baptism. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1-4 വാക്യങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്ന പദപ്രയോഗങ്ങളുണ്ട്. അവിടെ പറയുന്നത് പഴയ മനുഷ്യന്റെ പ്രകൃതിയെ, പാപപ്രകൃതിയെ യേശുക്രിസ്തുവിനോടുകൂടെ നാം ക്രൂശിച്ചിട്ട് സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നുവെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിന് 4-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ എഫേസ്യ ലേഖനം 4:22 പറയുന്നു പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയണം. എന്നാൽ 4:25 പറയുന്നു പുതിയ മനുഷ്യനെ എന്ത് ചെയ്യണം? ധരിക്കണം എന്ന് പറയും. 22 പറയുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുന്ന ആ പ്രോസസ്സും 25 പറയുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം എന്ന് പറയുന്ന ആ പ്രോസസ്സിനും ഇടയിൽ ഒരു വാക്യമുണ്ട്. 23-ാമത്തെ വാക്യം, അത് കുഞ്ഞു വാക്യമാണ്. ഈ രണ്ട് പ്രോസസ്സുകളുടെ നടുവിൽ സംഭവിക്കേണ്ട അത്യാവശ്യമായ ഒരു പ്രോസസ്സാണ് 23-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. അതിതാണ്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുകയും പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യുന്നതിനിടയിൽ പൗലോസ് പറയുന്ന വളരെ പ്രത്യേകതകളുള്ള ഒരു വാക്യമാണ് 23. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് നിങ്ങൾ പുതുക്കം പ്രാപിക്കണം. So Paul is saying here in verse number 22 to put off the old man, and in verse number 25 he says put on the new man. There's one verse missing in between, that is verse number 23, and in 23 he specifically mentions one process that needs to be done, which is being renewed in the spirit of our mind. ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് പുതുക്കം പ്രാപിക്കണം. When we have the renewal of the spirit of our mind, what is happening? A transformation is happening. നമ്മളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു രൂപാന്തരം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. രൂപാന്തരം സംഭവിക്കുന്ന അവസ്ഥ.
അപ്പൊ ഈ പഴയ മനുഷ്യനെ ഉരികയും 24 പുതിയ മനുഷ്യനെ സ്വീകരിക്കുകയും 23 പുതുക്കം പ്രാപിക്കുകയും ചെയ്യുന്ന ഈ 3 പ്രോസസ്സുകളും പൗലോസ് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ഒരു ദൈവ മനുഷ്യന്റെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ ദിവസവും സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. പുട്ടിംഗ് ഓഫ് ദി ഓൾഡ് മാൻ and putting on the new man, and also being renewed in the spirit, or the transformation to the image of Jesus Christ must happen every single day in this life. Praise the Lord. When we are transformed to the image of Jesus Christ, the transformation is happening in the spirit of our mind. പുതുക്കം പ്രാപിക്കുമ്പോൾ, രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമ്മുടെ അകത്താണ് നാം രൂപാന്തരം പ്രാപിക്കുന്നത്. അകത്ത് പ്രാപിക്കുന്ന രൂപാന്തരം യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ അനുരൂപരാകുകയാണ്. ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നാം രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ക്രിസ്തു യേശുവിലുള്ള ഭാവമാണ്. Then we will live Christ. നാം അപ്പോൾ ക്രിസ്തുവായി ജീവിക്കും. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയല്ല, ക്രിസ്തുവിന് വേണ്ടി പാടാൻ കഴിയും, ക്രിസ്തുവിന് വേണ്ടി നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ പൗലോസ് പറയുന്നത് ക്രിസ്തുവായി ജീവിക്കുക എന്നുള്ള ആശയമാണ്. യു ലിവ് ക്രൈസ്റ്റ്, നോട്ട് ലിവിങ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവായി ജീവിക്കുവാൻ ട്രാൻസ്ഫോർമേഷന്റെ ആവശ്യമുണ്ട്. ക്രിസ്തുവായി ജീവിക്കുവാൻ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. ക്രിസ്തുവായി ജീവിക്കുവാൻ രൂപാന്തരപ്പെടേണ്ടതായ ആവശ്യമുണ്ട്. സ്വഭാവ രൂപീകരണത്തിന്റെ ആവശ്യമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ഇതിന്റെ ഒന്നും ആവശ്യം വലിയ കാര്യത്തിൽ കാണത്തില്ല. പാടാൻ കഴിയും, കൈകൊട്ടാൻ കഴിയും, പ്രസംഗിക്കാൻ കഴിയും, ഇതെല്ലാം കഴിയും, ട്രാക്ടർ കൊടുക്കുവാൻ കഴിയും, ഇതെല്ലാം നമുക്ക് കഴിയും. പക്ഷേ ക്രിസ്തുവായി ജീവിക്കുക എന്നുള്ള ആശയമാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഞാൻ ജീവിക്കുന്നെങ്കിൽ എങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു? ക്രിസ്തുവായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയല്ല, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവായി ജീവിക്കുകയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എന്താണ്? ലാഭം. സോ what Paul is trying to teach us is to live Christ, not living for Christ. That's why he says in the book of Philippians, to me to live is Christ and to die is gain. So putting off of the old man and putting on of the new man are accomplished when we transform to the image of Jesus Christ. Hallelujah. When we transform to the image of Jesus Christ, യേശുക്രിസ്തുവിന്റെ ഭാവത്തോടും സ്വഭാവത്തോടും കൂടെ നാം അനുരൂപപ്പെടുമ്പോൾ, ആ പ്രോസസ്സ് നടക്കുമ്പോൾ നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പഴയ മനുഷ്യനെ ഉരിഞ്ഞും കൊണ്ടുവരിക്കുന്നു, പുതിയ മനുഷ്യനെ സ്വീകരിച്ചും കൊണ്ടുവരിക്കുന്നു. ആ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 31 വാക്യം. So please look at 1 Corinthians chapter 15 verse 31, which is a very significant verse that Paul is mentioning, that I face death every day. എന്താ പറയുന്നത്? ഞാൻ ദിവസേന മരിക്കുന്നു, ഞാൻ ദിവസേന മരിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. I die daily because I boast about you in Christ. I face death daily
എന്ന് പൗലോസ് പറയുകയാണ്. Now we must experience and realize these facts by being renewed in the spirit of our mind on daily basis. നാം ഈ രൂപാന്തരത്തിന്റെ അവസ്ഥകൾ, പഴയ മനുഷ്യനെ ഉരികയും പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തികൾ നാം അനുഭവിക്കുന്നതും അത് പ്രാവർത്തികവും അത് സത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നതായ അനുഭവം കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്ന അനുഭവമാണ്. So once you are a child of God, once you are saved, maybe it was 20 years ago, maybe it was 50 years ago, or even 1 year ago, you are saved and you are a child of God, for sure. There is no doubt about it. 10, 20, 60, 80, 5, 1 വർഷം മുമ്പ് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. അതിന് മാറ്റമില്ല, അതിന് തർക്കമില്ല, അതിന് സംശയമില്ല, ഒരു സംശയമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് പുറകോട്ട് ചാരി റിലാക്സ് ചെയ്ത് ഇനി ഞാനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, ഞാൻ ദൈവവേദനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിനമായ ജീവിതത്തിൽ പ്രാവർത്തിക മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട അനവധി ഉപദേശ സംഹിതകളാണ്. So you cannot sit back and relax and say, I'm a child of God, I'm saved. But Paul is giving us an ardent responsibility that we have to do every day. And why we have to do these certain things carefully every day? എന്തുകൊണ്ടാണ് ഇത്ര മർമ്മപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നാം പാലിക്കണമെന്ന് പറയുന്നത്? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷ നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ നാം ഈ പറയപ്പെടുന്നതായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്ന മനസ്സിൽ, ഹൃദയത്തിൽ, ആത്മാവിൽ രൂപാന്തരം വരുത്തുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന രക്ഷ നമുക്ക് അതിനെ മുറുകെ പിടിക്കുവാനായിട്ട് കഴിയുന്നത്. യു കൻ ഓൺലി ഹോൾഡ് ഫാസ്റ്റ് ഓൺ ടു ദി സാൽവേഷൻ only when we do certain things carefully in our everyday life. Glory to God. And when we do this, as I said before, we will live Christ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയല്ല, ക്രിസ്തുവായി ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. Praise the Lord. So first thing is to put off the old man. ഒന്നാമത്തെ കാര്യം പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയും. രണ്ടാമത്തെ കാര്യം പുതിയ മനുഷ്യനെ ധരിക്കുന്നു. The second thing Paul is mentioning here is put on the new man. പുതിയ മനുഷ്യനെ ധരിക്കുന്നു. Who is this new man? New man is Christ. Old man was Adam. New man is Christ. So Jesus Christ has got a resurrected body when he came out of the tomb. കല്ലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്നത് 33 വർഷം ഇഹലോകത്തിൽ താൻ മനുഷ്യനായി ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ശരീരമായിരുന്നില്ല. അതിലുപരിയായി തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് യേശു കല്ലറ വിട്ട് പുറത്തു വരുവാനായിട്ടിടയായിത്തീർന്നു. നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയ ആ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റ ശരീരവുമായി എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് ബോഡി, തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുമ്പോൾ മറിയ സംഭാഷണത്തിന് ശേഷം യേശുക്രിസ്തുവിനെ ഒന്ന് തൊടുവാൻ താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ്റെ പാദത്തിലോ എവിടെയെങ്കിലും ഒന്ന് തൊടുവാനായിട്ട്
ആശിച്ചു പോയി എന്ന് നമുക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിലും അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഫാക്റ്റാണ്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, എന്നെ തുടരുത്, എന്നെ തുടരുത്. അങ്ങനെ യേശു പറയണമെങ്കിൽ തൊടുവാൻ ശ്രമിച്ചു കാണുമല്ലോ. അപ്പൊ എന്നെ തുടരും, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ആ തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി നിൽക്കുന്ന യേശു, ഉയർത്തെഴുന്നേറ്റ ശരീരവുമായിട്ട് നിൽക്കുന്ന യേശു, അത് എവിടുത്തെ ശരീരമാണ്? സ്വർഗത്തിലെ ശരീരമാണ്, ഭൂമിയിലെ ശരീരമല്ല. അപ്പൊ സ്വർഗീയ ശരീരവുമായിട്ട് നിൽക്കുന്ന യേശുവിന് ഭൂമിയിൽ ഒരാൾ അദ്ദേഹത്തെ തൊടുവാൻ അനുവദിക്കാൻ കഴിയുകയില്ല. സ്വർഗീയ ശരീരമുള്ള യേശുവിനെ ഭൂമിയിൽ പാപമംഗലമായ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെ തൊടുവാൻ താൻ അനുവദിക്കുന്നില്ല. When Jesus rose again from the dead, he had the glorious body. The body is a heavenly body. When he is standing there with the heavenly body, he said to Mary, do not hold on to me or do not touch me, for I have not yet ascended to the Father. If he is saying that, that means he says, because I have the glorious body, because I have a heavenly body, you cannot touch me. But after a while, in the evening or the next day, when Jesus came inside the room and he is talking to Thomas and he is asking Thomas, put your finger and put your hand in my side. എന്റെ വിലാപ്പുറത്ത് കൈയിടുവാനും എന്റെ ആണിപ്പിടുതൽ വിരലിടുവാനും യേശു തോമസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ശരീരത്തിൽ വന്നത് മാനുഷിക ശരീരമായിട്ടാണ് യേശുവോട് വന്നത്. എന്നാൽ മറിയോട് പറഞ്ഞപ്പോൾ ഒരു യേശുക്രിസ്തു വന്നത് സ്വർഗീയ ശരീരവുമായിട്ടാണ് വന്നത്. പക്ഷെ മറിയുടെ കണ്ണിൽ അത് മനുഷ്യ ശരീരമായിട്ട് ഒരുപക്ഷെ തോന്നിയേക്കാം. അപ്പോൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന ദൈവമക്കൾ യേശു പറഞ്ഞ കാര്യം പറയുവാൻ പ്രാപ്തരാകണം. എന്താ യേശു പറഞ്ഞത്? ലോകമേ എന്നെ തൊടരുത്, പാപമേ എന്നെ തൊടരുത്, പിശാചേ എന്നെ തൊടരുത്, ഡു നോട്ട് ടച്ച് മീ. ഇത് പറയുവാൻ ശക്തരായിരിക്കണം ആത്മികരായിരിക്കുന്നവർ. കാരണം യേശുക്രിസ്തുവിനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റു എന്ന് റോമാലേഖനം പറയുന്നു. യേശുക്രിസ്തുവിനോട് നാം ഉയർത്തെഴുന്നേറ്റിട്ട് റോമാലേഖനം 6:6 പറയുന്നത് ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കണമെന്ന് പറയുന്നു. അപ്പൊ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ യേശുക്രിസ്തുവിനോട് കൂടെ ആത്മീകമായി ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരായ നാം പുതുശരീരം ധരിച്ചവരാണ്, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരാകയാൽ പൗലോസ് പറയുന്നു, യേശു കർത്താവിനോട് കൂടെ ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയണം, ഡു നോട്ട് ടച്ച് മീ, ഡു നോട്ട് ടച്ച് മീ, ഡു നോട്ട് ടച്ച് മീ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശുക്രിസ്തുവിനെ തൊടുവാൻ മറിയയ്ക്ക് കഴിഞ്ഞില്ല. സോ ദിസ് ഈസ് വാട്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. We are seated in the heavenly places. Because you are seated in the heavenly places, spiritually you are covered by the glorious body. ആത്മീകമായി നാം തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം ധരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. നാം ആത്മീകമായി, ശാരീരികമായിട്ടല്ല, ആത്മീകമായിട്ട് ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിശാചിനോട് എതിർത്തു നിൽപ്പീൻ എന്ന് പൗലോസ് പറഞ്ഞത്. അമേ, ലോകമോഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെ വിട്ടൊഴിയണമെന്ന് പൗലോസ് പറഞ്ഞത്. ഡു നോട്ട് ടച്ച് മീ ആണതല്ല, ഡു നോട്ട് ടച്ച് മീ. എവിടെല്ലാം പൗലോസ് ചെയ്യരുതേ അരുതേ എന്ന് പറയുന്നതിന്റെ ഒരു വശത്തെ അർത്ഥം ഡു നോട്ട് ടച്ച് മീ എന്ന് തന്നെയാണ്, എന്നെ തൊടരുത് എന്ന് തന്നെയാണ്. സോ ദ ന്യൂ മാൻ വിൽ സേ ഡു നോട്ട് ടച്ച് മീ. പുതുമനുഷ്യൻ പറയുന്ന ഒരു ഭാഷയാണ് എന്നെ തൊടരുത്. പുതുമനുഷ്യനെ ധരിക്കണമെന്നല്ലേ നമ്മൾ പഠിച്ചത്. വി ആർ മെഡിറ്റേറ്റിംഗ് ദി ഫ്രേസ് പുട്ട് ഓൺ ദ ന്യൂ മാൻ. The new man, the significance of the new man is
that he would say, "Do not touch me, O world. Do not touch me, sin. Do not touch me, Satan. Hallelujah. You do not have anything to deal with me. I have a glorious spiritual body." Amen. Praise the Lord. Hallelujah. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ആഴത്തിൽ പഠിക്കുവാൻ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. അവിടെ യേശുക്രിസ്തു എന്താണ് ചെയ്തത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. അതിതാണ്, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി എന്ന പദപ്രയോഗം നമുക്ക് അവിടെ കാണുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. The book of Ephesians chapter number 2 verse 15 and 16, we read it that Paul is mentioning that the Lord Jesus Christ has reconciled both sides and made a new man. There were two sides before. രണ്ട് പക്ഷമുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് പക്ഷമില്ല, ഒരേ പുതുമനുഷ്യനാക്കി. ഒറ്റ ഒരു മനുഷ്യൻ രണ്ടു പക്ഷം കൂടെ ഒന്നാക്കി ഒരു മനുഷ്യനാക്കി. പ്രൈസ് ഗോഡ്. എന്നിട്ട് താൻ ചെയ്തതാണ്, ക്രൂശിൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു എന്നൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്. So what Jesus has done with his death and burial and resurrection is that he created a new man out of the two sides, and thus making peace and making one body and reconciled both sides to God through the cross, by which he put the death their hostility. Praise God. Hallelujah. So this new man is a individual believer, and also this new man is a corporate new man, being the church of God. ഈ പുതുമനുഷ്യൻ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ഞാനും നിങ്ങളുമായിരിക്കുന്ന ഓരോ വ്യക്തികളുമാണ് പുതുമനുഷ്യൻ. ആമേൻ. ഈ പുതുമനുഷ്യൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല, ദൈവസഭ ഒരു പുതുമനുഷ്യനാണെന്ന് എഫെസ്യ ലേഖനം 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവസഭ ഒരു പുതുമനുഷ്യൻ. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 3:11, Colossians chapter 3 verse 11, Paul says, "There is no Greek or Jew, there is no bond or free, there is no barbarian or Scythian, but Christ is all in all." കൊലോസ്യ ലേഖനം 3:11 പൗലോസ് പറയുന്നു, അതിൽ യവനനൊന്നും യഹൂദനൊന്നുമില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നുമില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. Glory to God. Hallelujah. So ക്രിസ്തുവേശു എന്ന പുതുമനുഷ്യനെ ധരിക്കുന്ന, ആ പുതുമനുഷ്യനായിരിക്കുന്ന ഓരോ വ്യക്തികളും, ആ പുതുമനുഷ്യനായിരിക്കുന്ന ദൈവസഭയും എന്തൊക്കെ ചെയ്തിരിക്കണം എന്നാണ് പൗലോസ് ഈ 4-ാം അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. Praise the Lord. So let me just repeat once again. The book of Ephesians reveals that the church is the body of Christ in chapter number 1. And it also reveals the church is a household of God in chapter number 2. Again, in chapter number 2, Paul is mentioning the church is the dwelling place of God. And in chapter number 4, Paul is mentioning the church is a new man. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, സഭ എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിന്റെ ശരീരമാണ്. 2-ാം അധ്യായത്തിൽ പറയുന്നു, ഇത് ദൈവത്തിന്റെ ഭവനമാണ്, ദൈവത്തിന്റെ നിവാസമാണ്. 4-ാം അധ്യായത്തിൽ പറയുന്നു, ഇതൊരു പുതുമനുഷ്യനാണ് സഭ എന്ന് പറയുന്നു. Glory to God. Amen. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
വെറും പ്രിലിമിനറി ആയിരിക്കുന്ന, ഇനീഷ്യലായിരിക്കുന്ന ദൈവസഭയുടെ ആസ്പെക്റ്റുകളാണ്. These are the initial or preliminary aspects of the Church of God. Praise the Lord. But in Ephesians chapter number 2 verse 19, Paul is mentioning that we are the fellow citizens of the kingdom of God. 2:19 പൗലോസ് പറയുന്നു, നാം സഹപൗരന്മാരാണ്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ് എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. I have only 4 more minutes. So let us look at again in Ephesians chapter 4. And it says, the old man was created according to the image of God outwardly, without God's life and nature. But the new man was created according to the God himself inwardly, with God's life and nature. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്കുകളിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പുറമേ നോക്കുമ്പോഴുള്ള സ്വരൂപം, പുറമേ നോക്കുമ്പോഴുള്ള സാദൃശ്യം, ഈ വിധത്തിലാണ് ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പുതുമനുഷ്യനായി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങി നമ്മെ പുതുമനുഷ്യനായി സൃഷ്ടിച്ചത് പുറമേ ഉള്ള ഏതെങ്കിലും കാണിക്കാനുള്ള അവസ്ഥയല്ല. ഇത് തന്നെ സൃഷ്ടിച്ചവന്റെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനായിട്ട്, ഇൻവേർഡ്ലി, ഇൻസൈഡ്, ഇന്നർ മാൻ, അവിടെയാണ് നമുക്ക് രൂപാന്തരം വന്നിരിക്കുന്നത്. അപ്പോ ബോത്ത് ആർ ക്രിയേഷൻ, രണ്ടും സൃഷ്ടിപ്പ് തന്നെയാണ്. ഒന്നാമത്തെ സൃഷ്ടിയിൽ അകത്തല്ല സൃഷ്ടി നടന്നത്, പുറത്ത് സൃഷ്ടി നടന്നു. രണ്ടാമത്തെ സൃഷ്ടിയിൽ പുറത്തല്ല മെയിനായിട്ട് സൃഷ്ടി നടന്നത്, അകത്താണ് സൃഷ്ടി നടന്നത്. അകത്ത് നടന്ന സൃഷ്ടി പുറത്ത് പ്രതിഫലിക്കണമെന്നാണ് ഈ ലേഖനങ്ങളിലൂടെ പൗലോസ് പറയുന്നത്. Glory to God. എന്താണ്, ഞാൻ പെട്ടെന്ന് സമയം കഴിഞ്ഞു, പെട്ടെന്ന് നിർത്തുകയാണ്. 1 മിനിറ്റ് കൂടെ അവിടെ വായിക്കുന്ന 2 പദപ്രയോഗങ്ങൾ ഞാൻ പറയാം. 4-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ 2 നീതിയും വിശുദ്ധിയും എന്നുള്ള 2 പദങ്ങൾ അവിടെ കാണുന്നുണ്ട്. വാട്ട് ഈസ് റൈച്ചസ്നെസ് ആൻഡ് വാട്ട് ഈസ് ഹോളിനെസ്? Righteousness is something that we can outwardly show. നീതി എന്ന് പറയുന്നത് നമുക്ക് പുറമേ കാണിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഹോളിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർഡ്ലി നടക്കുന്ന സംഭവമാണ്, അകത്തു നടക്കുന്ന കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ആമേൻ. Righteousness was there for all the Old Testament people. പഴയ നിയമഭക്തന്മാർക്കെല്ലാം നീതി, ആമേൻ, പ്രവർത്തിയാനുള്ള നീതി ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ നീതിയുമുണ്ട് വിശുദ്ധിയുമുണ്ട് എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. Glory to God. പഴയ നിയമത്തിൽ വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, നീതിക്കായിരുന്നു മാത്രമായിരുന്നു പ്രാധാന്യം. പ്രവർത്തികളാലുള്ള നീതിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് നീതി മാത്രമല്ല, നിങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെ എങ്ങനെയാണ്? കറ പുരണ്ട വസ്ത്രം പോലെയാണ്. എന്നാൽ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുമാരായിത്തീരണം, വിശുദ്ധനാകണം. സോ ഇറ്റ് ഈസ് നോട്ട് ഔട്ട്വേർഡ്ലി, പുറമേയുള്ള യഹൂദനല്ല യഹൂദൻ. റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. അകമേയുള്ള യഹൂദനത്രേ യഹൂദൻ എന്ന് റോമാലേഖനം പഠിപ്പിക്കുന്നു. ആമേൻ. ഇത് രാത്രിയിൽ ദൈവത്തിന്റെ പേരിലെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. വാക്കുകളെ ഇവിടെ ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് വിരാമം കുറിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ടതായ ദൈവവചനത്തിന്റെ ചിന്തകൾ നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയായിട്ട് പ്രാർത്ഥിക്കുകയാണ്.